നമസ്കാരം. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയുവാൻ മാറ്റി. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് രാഹുൽ മാങ്കുട്ടലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. രാഹുലിനെതിരെ രൂക്ഷമായ കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. രാഹുൽ മാങ്കുട്ടൽ MLA ചെയ്തത് കേരളം കണ്ടിട്ടില്ലാത്ത കുറ്റകൃത്യമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞു. ലോകത്ത് ഇത്തരമൊരു കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. രാഹുൽ മാങ്കുട്ടലിനെതിരെ സമാന സ്വഭാവമുള്ള 3 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കുട്ടത്തിൽ ആരോപണ വിധേയനായ കേസുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായി ലളിതവൽക്കരിക്കരുത്. MLA സ്വാധീന ശക്തിയുള്ള ആളുമാണ് പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിൽ. പരാതിക്കാർ കടുത്ത സൈബർ ആക്രമണം നേരിട്ടു. ഇതാണ് സാഹചര്യമെങ്കിൽ ആര് പരാതി നൽകുവാൻ മുന്നോട്ട് വരുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതിജീവിതർക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമായിരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വ്യക്തിക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമാകാം. സദാചാരപരമായും അതിൽ തെറ്റില്ല. രാഹുൽ മാങ്കുട്ടൽ അവിവാഹിതനായ പുരുഷനാണ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഒരു കേസിലും ഇതുവരെ അന്വേഷണം പൂർത്തിയായില്ലല്ലോ. കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ മുൻകാല കുറ്റകൃത്യം പരിഗണിക്കാനാകില്ല എന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം. എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണം ഗൗരവതരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയെന്ന മൊഴി ഗുരുതരമാണ്. എന്തിന് പാലക്കാട് പോയി എന്നതിന് പരാതിക്കാരിക്ക് വിശദീകരണമുണ്ട്. മാർച്ച് 17 ലൈംഗിക ബന്ധം ബലപ്രയോഗത്തിലൂടെയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രാഹുൽ മാങ്കുട്ടൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഗർഭചിത്രം നടത്തിയതെന്നും ഗർഭചിത്രം നടത്തുവാൻ രാഹുൽ മാങ്കുട്ടൽ പരാതിക്കാരെ നിർബന്ധിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കുട്ടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിന് വാട്സ്ആപ്പ് ചാറ്റ് തെളിവായി ഉണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. രാഹുൽ മാങ്കുട്ടത്തിൽ ഒളിവിൽ പോയിട്ടില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചു. രാഹുൽ മാങ്കുട്ടൽ നേരത്തെ ഒളിവിലായിരുന്നുവെന്ന് ഹൈക്കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷനും അതിജീവിതയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിജീവിത കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാഹുലിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ അദ്ദേഹം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുൻകൂർ ജാമ്യം നൽകിയാൽ രാഹുൽ കേസ് അട്ടിമറിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് അതിജീവിതയുടെയും പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള തുടർച്ചയായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും. ക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു, ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത്. പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ദേഹത്തുണ്ടായ മുറിവുകളുടെ ഫോട്ടോയും ഈ ആദ്യ കേസിലെ പരാതിക്കാരി സത്യവാങ്മൂലത്തിനൊപ്പം നൽകിയിരുന്നു. തന്റെ നഗ്ന വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തുടർന്നും പീഡിപ്പിച്ചത്. ജാമ്യം നൽകിയാൽ രാഹുൽ വീഡിയോ പുറത്തുവിടുമെന്ന ഭീതിയുണ്ട്. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ വശീകരിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. തന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ രാഹുൽ നിർബന്ധിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പോലീസിനെതിരെയും രാഹുൽ ഭീഷണി മുഴക്കുന്നുണ്ട്. രാഹുൽ നിരന്തര കുറ്റവാളിയാണ്. ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 10ഓളം ഇരകളുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. രാഹുലിന് വലിയ സ്വാധീനമുണ്ട്. ജാമ്യം നൽകിയാൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. അധികാരവും സ്വാധീനമുള്ള രാഹുലിന് ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണ്. രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കൂടാതെ രാഹുൽ സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളുമാണ്. 10ഓളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരമുണ്ട്. അതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. രാഹുൽ യുവതിയുമായി സംസാരിച്ചതിന്റെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഈ സത്യവാങ്മൂലത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും ഉണ്ടെന്നാണ് വിവരം. നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുകയും ചെയ്തിരുന്നു. രാഹുൽ 3ാമത്തെ കേസിൽ അറസ്റ്റിലായപ്പോൾ ആദ്യ കേസിലെ അതിജീവിത പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ചു മുന്നോട്ട് പോകുവാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു. ലോകത്തിന് മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു.
ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. ആ മാലാഖ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. ആക്രമണത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കട്ടെ. നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ. നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താലോലിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നായിരുന്നു ആ കുറിപ്പ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3 ലൈംഗിക പീഡന പരാതിയിൽ സംശയങ്ങൾ ഉന്നയിച്ച പത്തനംതിട്ട സെഷൻസ് കോടതി. കേസിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ബലാത്സംഗ ആരോപണത്തിൽ കോടതി സംശയങ്ങൾ ഉന്നയിച്ചത്. പരാതി നൽകിയതിലെ കാലതാമസം, ബലാത്സംഗം നടന്നുവെന്ന് അവകാശപ്പെടുന്ന സമയത്തിന് ശേഷം രാഹുലുമായുള്ള ബന്ധം, വിവാഹ വാഗ്ദാനത്തിലെ വൈരുദ്ധ്യം തുടങ്ങിയവയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പരാതിക്കാരി വിവാഹിതയാണെന്നും ആ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതി എങ്ങനെ പരാതിക്കാരിയെ നിയമപരമായി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നത് വിചാരണയിൽ തെളിയേണ്ട കാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗം ആരോപിക്കപ്പെടുന്ന സമയത്തിന് ശേഷവും പരാതിക്കാരി രാഹുലുമായി വാട്സ്ആപ്പ് വഴിയും മറ്റും സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നുവെന്നും പലതവണ പണം കൈമാറിയിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണെന്നും കോടതി പറഞ്ഞു. ബലാത്സംഗം നടന്ന ശേഷവും ഏകദേശം 1 വർഷം 9 മാസവും കഴിഞ്ഞാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ വലിയ കാലതാമസത്തിന് വ്യക്തമായ വിശദീകരണം നൽകുവാൻ പരാതിക്കാരിക്ക് സാധിച്ചിട്ടില്ല എന്നതും കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുന്നതിനായി പരിഗണിച്ചു. സംഭവത്തിന് ശേഷം ഹർജിക്കാരനുമായി ബന്ധം നിലനിർത്തിയിരുന്നതായും പാലക്കാട് ഒരു ഫ്ളാറ്റ് സംയുക്തമായി വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ തുടർന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ കാരണം അതിൽ നിന്ന് പരാതിക്കാരി പിന്മാറി. ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷവും ഉൾപ്പെടെ നിരവധി തവണ അവർ ഹർജിക്കാരന് പണം കൈമാറിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റു ചില സ്ത്രീകൾ ഹർജിക്കാരനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമാണ് താൻ സംഭവം പരസ്യമാക്കിയതെന്ന് പരാതിക്കാർ തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ചെടുക്കുമ്പോൾ വിശദമായി വിലയിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. രാഹുൽ 18 ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പ്രധാന തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞുവെന്നും കോടതി വിലയിരുത്തി. അതിനാൽ തന്നെ തുടർന്നുള്ള കസ്റ്റഡി അന്വേഷണത്തിന് ആവശ്യമില്ലെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു.